ചിന്നസ്വാമിയിൽ കിങ് കോഹ്ലി അഴിഞ്ഞാട്ടം, RCB അഴിഞ്ഞാട്ടം. வாஷிங் மெஷின் அண்ணா என்னன்னா பண்ணி வச்சிருக்க. ആ കോഹ്ലി ഗോൾഡൻ ഡക്കിൽ പോണ്ടതാണ്. ഇവന്റെ തൊള്ളയ്ക്ക് സിമ്പിളായി തട്ടിക്കൊടുത്തു. ഈ അലവലാതി വിട്ടു. വാഷിംഗ് മെഷീൻ അണ്ണം വിട്ടു. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല. മറ്റേ സൺറൈസേഴ്സ് ആയിട്ടുള്ള കളിയിൽ ക്ലാസം വിട്ടുണ്ടായിരുന്നു ക്യാച്ച്, ദൂബെ വിട്ടുണ്ടായിരുന്നു ക്യാച്ച്. CSK ആയിട്ടുള്ള കളിയിൽ കോഹ്ലിയൊക്കെ ഒരു ലോട്ടറി എടുത്തു വെച്ചാൽ ഫസ്റ്റ് പ്രൈസ് അടിക്കും. അത്രയും ലക്കാണ്. ഞാൻ ഇപ്പൊ RCBയുടെ അഴിഞ്ഞാട്ടം പറയുമ്പം പലരും വിചാരിക്കും 6 ബോളാ 7 ബോളാ ഉള്ളപ്പോ ജയിച്ചു, ഇതെന്തോന്ന് അഴിഞ്ഞാട്ടം. ഈ കളി നിങ്ങൾ കണ്ടിട്ട് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടയ്ക്ക പോലത്തെ ഒരു ഗ്രൗണ്ടാണ് ഇത്. അതിൽ 207 ഒരു സ്കോറേ അല്ല. ആൻഡ് ഇവന്മാര് ഒരു വിക്കറ്റ് പോണ സമയത്ത് ടക്ക് ടൊക്ക് വന്ന് നിൽക്കാനല്ല, വരിക സിക്സ് അടിക്കുക, വരിക സിക്സ് അടിക്കുക, സിക്സ് അടിക്കുക, നോക്കുക, ഔട്ട് ആവുക. ഇതാണ് ഇവരുടെ ഇന്റന്റ്. ഈ പ്രാക്ടീസ് മാച്ച് കളിക്കില്ലേ, അതേപോലെയാണ് പ്രാന്തന്മാര് കളിക്കുന്നത്. കാരണം ഇവർക്കറിയാം ഇവരുടെ ബാറ്റിംഗ് ലൈനപ്പിന്റെ ഡെപ്ത്. കോഹ്ലി ഔട്ടായി കഴിഞ്ഞാൽ പടിക്കൽ വന്ന് അടിക്കും. അത് ഫസ്റ്റ് ബോളിൽ തന്നെ സിക്സ് അടിക്കാൻ നോക്കും. പടിക്കൽ ഔട്ടായി കഴിഞ്ഞാൽ പട്ടിദാർ വരും, ഫസ്റ്റ് ബോളിൽ തന്നെ സിക്സ് അടിക്കാൻ നോക്കും. ടിം ഡേവിഡ് വരും, കൃണാൽ പാണ്ഡ്യ വരും, ജിതേഷ് ശർമ്മ വരും, റൊമാരിയോ ഷെപ്പേർഡ് വരും, ഈവൻ ഭുവനേശ്വർ കുമാർ ക്യാൻ ബാറ്റ്. അതാണ് ഇവരുടെ ബാറ്റിംഗ് ലൈനപ്പിന്റെ ഡെപ്ത്. സോ ഞാൻ പറയില്ല ഇപ്പൊ കോഹ്ലി ടക്കിൽ പോയി കഴിഞ്ഞാൽ ഗുജറാത്ത് ടൈറ്റൻസ് ജയിക്കും, ഒരു ഉറപ്പുമില്ല. അടയ്ക്ക പോലത്തെ ഒരു ഗ്രൗണ്ടിൽ 207 ഒരു സ്കോർ അല്ല, ഇവർക്ക് മൂക്കിപ്പൊടി വലിക്കാൻ പോലും ഇല്ല. പക്ഷേ ജേക്കബ് ബെത്തലും വേഗം പോയി, കോഹ്ലിയും വേഗം പോയി വെച്ചാൽ ചിലപ്പോ ഒരു പ്രഷർ വന്നേനെ, ജയിക്കാനുള്ള ചാൻസ് ഉണ്ടായേനെ, അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇവരുടെ ബാറ്റിംഗ് ലൈനപ്പിനും ചിന്നസ്വാമിക്കൊന്നും 250 അടിച്ചാൽ പോലും ജയിക്കും പറയാൻ പറ്റില്ല. റഷീദ് ഖാനെയൊക്കെ ചെണ്ട പോലെയാണ് ചെറുക്കന്മാരിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഉരുട്ടി പെരട്ടി എടുത്ത് ഗുജറാത്തിനെ കൊന്ന് കൊല വിളിച്ച്. സോ ഞാൻ GTയുടെ കളി കാണാറേ ഇല്ല. പിന്നെയും ഈ അടയ്ക്ക ഗ്രൗണ്ടിലാണ് വേണ്ടിട്ടാണ് കളി കാണാൻ നിന്ന്. ബിക്കോസ് ഒരു ഹൈ സ്കോറിംഗ് മാച്ച് ആയിരിക്കും എനിക്ക് ഉറപ്പായിരുന്നു. സായി സുദർശനും മറ്റേ ഗില്ലും കൂടിയിട്ടാണ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് GTക്ക്. 5 ഓവർ ഞാൻ നോക്കുമ്പോ 5 ഓവറിൽ ഏകദേശം 27 ബോൾ എന്താ ഫേസ് ചെയ്തിരിക്കുന്ന സായി സുദർശനാണ്. നല്ല ടച്ചിൽ കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും പോരാ. ഇന്നത്തെ കാലത്ത് 6 ഓവർ 60 പവർ പ്ലേയിൽ വന്നൊന്നും ഒരു കാര്യമില്ല. ദർ ആർ ടീംസ് 6 ഓവർ 100 അടിക്കുന്ന ടീം ഉള്ളപ്പോ 6 ഓവർ 60 ഒക്കെ ഒരു സ്കോർ ആണോ? സ്റ്റിൽ ഞാൻ വിചാരിച്ചു, കാരണം RCBക്ക് വിക്കറ്റ് എടുക്കാൻ പറ്റില്ല. 114 118 വരെ 0 ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഇതൊരു 250 ഒക്കെ പോകുന്നു. ഗില്ല് പോയി, പിന്നെ ഏതൊക്കെയോ വന്ന് പോയി, പിന്നെ അവസാനം വന്നിട്ട് ഹോൾഡർ എങ്ങനെയൊക്കെ അടിച്ചിട്ടാണ് 207 നിന്നത്. 207 എത്തിയത്. അവിടെ ഹോൾഡറിനെ ഇപ്പോഴെങ്കിലും ഇറക്കാൻ തോന്നിയല്ലോ. ഞാൻ വെച്ച് ഇത്രയും കാലം ഹോൾഡറിനെ മേടിച്ചത് ബൾബിട്ട് വെക്കാനാണെന്ന്. ഇറക്കേണ്ട ആൾക്കാരൊന്നും ഇറക്കേണ്ട ടൈമിൽ ഇവർ ഇറക്കില്ല. സായി സുദർശൻ നന്നായി കളിച്ചു. സ്റ്റിൽ 207 ഒന്നും ഈ അടയ്ക്ക ഗ്രൗണ്ടിന് ഒരു ടോട്ടലേ അല്ല. ആകെ എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു കാര്യം GT സൈഡിൽ നിന്ന് എന്താ വെച്ചാ, കൃണാൽ പാണ്ഡ്യനെ അടിച്ചു തൂറ്റിച്ചു. 4 ഓവർ 50 കൊടുത്തു. കൊലപാതകിയാണ് അവൻ. ആൾക്കാരെ കൊല്ലാൻ നടക്കണവൻ. അവന്റെ ബൗൺസറിൽ സായി സുദർശൻ ഒരു 6 അടിച്ചു. ഹൈലി സാറ്റിസ്ഫൈഡ്, ഹെവിലി സാറ്റിസ്ഫൈഡ്. ഇതേപോലെ എല്ലാ കളിയും RCB ജയിക്കി നോക്കുക എന്ത് കിട്ടുക. കൃണാൽ പാണ്ഡ്യ ഇട്ട് ചറപറ അടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം. ഇവര് ബാറ്റിംഗിന് ഇറങ്ങി. ഞാൻ വെച്ച് ഫിൽ സോൾട്ട് ആയിരിക്കും പറഞ്ഞപ്പോ ജേക്കബ് ബെത്തൽ വന്നു. ചെറുക്കൻ 2-3 4 അടിച്ചു. ചെറുക്കൻ കയറിപ്പോയി. കോഹ്ലിയെ ഔട്ടാക്കാനുള്ള ഗോൾഡൻ ചാൻസ് വാഷിംഗ് മെഷീൻ അണ്ണനും കളഞ്ഞു. പിന്നീട് അങ്ങോട്ട് കോഹ്ലിയുടെ പൂണ്ട് വിളയാട്ടമായിരുന്നു. ആളുടെ ഷോട്ട്സ് ഒക്കെ കാണണം, അന്തം വിട്ട് പണി നിൽക്കുക. ആ ഹോൾഡറിനെ ഒക്കെ ഒരു 6 അടിച്ചിട്ടുണ്ട്. പെട്ട സാധനമായിരുന്നു. കിട്ടു കളിയായിരുന്നു കോഹ്ലിയുടെ. ആൻഡ് കോഹ്ലിയും ദേവദത്ത് പടിക്കൽ. കോഹ്ലി ഒരു ടൈമിൽ സ്ലോ ആകുമ്പോ ഈ ചെറുക്ക് റാഷിദ് ഖാനെ ഇട്ടിട്ട് കട്ടല്ല വറക്കണ പോലെയല്ല വറുത്തെടുത്തത്. 6 6 4 4. ഇത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഗ്രൗണ്ടുമാണ്. മറ്റവൻ ഒന്ന് ഫ്ലിക്ക് ചെയ്ത് വിട്ട 6 ആണ്. അതായിരുന്നു അവസ്ഥ. പിന്നീട് അങ്ങോട്ട് ദേവദത്ത് പടിക്കൽ ഔട്ടായി. അപ്പോഴും കോഹ്ലി നല്ല അടിയടിച്ചു. കോഹ്ലിയും കൂടി പോയി. പിന്നെ പട്ടിദാരും ടിം ഡേവിഡ് ഒക്കെ വന്നിട്ട് ഞാൻ മുട്ടും വിചാരിച്ചപ്പോ ചെറുക്കം വരെ 6 അടിക്കുക, ജിതേഷ് ശർമ്മ വരെ 6 അടിക്കുക, റാഷിദ് ഖാനൊക്കെ പിടിച്ചടിച്ചു. 2 വിക്കറ്റ് വെച്ച് വേഗം പോയി. പ്രഷർ ആയ സമയത്ത് ടിം ഡേവിഡ് ഒക്കെ ഒന്ന് മുട്ടി കളിക്കാൻ നോക്കി. അങ്ങനെയാണ് ഈ സാധനം വന്നിട്ട് 6 ബോൾ 7 ബോൾ എത്തിയത്. ഒരിക്കലും ടിം ഡേവിഡ് ഇങ്ങനെ മുട്ടി കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടിം ഡേവിഡ് 4 അടി അടിക്കാൻ നോക്കുക, ഔട്ടായി പോയി കഴിഞ്ഞാൽ റൊമാരിയോ ഷെപ്പേർഡ് വരും. റൊമാരിയോ ഷെപ്പേർഡ് ഔട്ടായി പോയി കഴിഞ്ഞാൽ ഭുവനേശ്വർ കുമാർ ജയിപ്പിക്കാന്ന് കളിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇവന്മാരുടെ അത്ര കോൺഫിഡൻസ് ഉള്ള ഒരു ടീം വേറെ ഇല്ല. ഇപ്പൊ നമ്മൾ ചെന്നൈ ഒക്കെ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ എന്ത് ഇന്റന്റ് ഉള്ളത്, അവർക്ക് ഇങ്ങനത്തെ ഒരു ഇന്റന്റ് ഇല്ല. ഒരുത്തനെ അടിച്ചു കഴിഞ്ഞാൽ മറ്റവൻ ടക്ക് മുക്കായിരിക്കും. ഇവിടെ വരുന്നവനും പോണവനും ഒക്കെ 6 അടിക്കാനാ നോക്കണേ. കഴിഞ്ഞ കളിയിൽ പടുകൂറ്റൻ വാഴയായ ജിതേഷ് ശർമ്മ വരെ
ആ റാഷിദ് ഖാനെ പിടിച്ച് 2-3 സിക്സ് അടിച്ചിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞില്ലേ, RCB ഒക്കെ ഭയങ്കര സ്ട്രോങ് സൈഡാണ്, ഭയങ്കര എന്റർടൈൻമെന്റ് ആണ് അവരുടെ കളി. പഞ്ചാബ് RCB ഡെഫിനറ്റ്ലി പ്ലേ ഓഫ് ഉറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം.